ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന കേരള PSCയുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന എക്സാമിൻ്റെ കൺഫർമേഷൻ 3 ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. 2023 ഡിസംബർ 16 നടക്കാനിരിക്കുന്ന ഈ ഒരു പരീക്ഷയുടെ ഡീറ്റെയിൽഡ് സിലബസ് കേരള PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു പരീക്ഷയുടെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. അപേക്ഷ നൽകിയ ശേഷം ഇതുവരെയും PSCയുടെ ഓൺലൈൻ പ്രൊഫൈൽ വഴി കൺഫർമേഷൻ നൽകാത്തവർ ഉടൻ തന്നെ അത് ചെയ്യേണ്ടതാണ്. കാരണം കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ എക്സാമിൻ്റെ അന്ന്. സോ കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി 2023 ഒക്ടോബർ 11 ആണ്. 2023 ഒക്ടോബർ 11 ആണെന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഈ ഒരു സിലബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പൂർണ്ണമായിട്ടും +1 +2 NCERT ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ആൻഡ് ഡയറി ടെക്നോളജി ഇത്രയുമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഒപ്പം മാത്തമാറ്റിക്സും കൂടെ ഉണ്ട്. ഓക്കെ, സോ അതിൽ ഫിസിക്സിൽ പ്രധാനമായിട്ടും കവർ ചെയ്യേണ്ട ടോപ്പിക്സ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ ഇൻ 1 dimension and 2 dimension, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, heat and thermodynamics, oscillation, electric charges and fields, electric potential and capacitance, current electricity, magnetic effect and magnetism, electromagnetic induction, alternating current, ray and wave optics, അതുപോലെ dual nature, atoms and nuclei ആൻഡ് സെമി കണ്ടക്ടർ. ഇത്രയുമാണ് ഫിസിക്സിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ്. ഇതിൽ തന്നെ എല്ലാം നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടില്ല. സോ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, കൺവേർഷൻ ഓഫ് 1 യൂണിറ്റ് ടു അനദർ ആൻഡ് ഡയമെൻഷണൽ അനാലിസിസ്. ഇത്രയും ഭാഗത്ത് നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, കൺവേർഷൻ ഓഫ് 1 യൂണിറ്റ് ടു അനദർ ആൻഡ് ഡയമെൻഷണൽ അനാലിസിസ്. ഈ ഒരു ഭാഗത്ത് നിന്നും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ഫിസിക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ 1 dimensional മോഷൻ. അതിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ടോപ്പിക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്പീഡ് ആൻഡ് വെലോസിറ്റി, ആക്സിലറേഷൻ ഇത്രയുമാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ്. ഇതിൽ നിന്നും 1 മാർക്കിന് തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മോഷൻ ഇൻ എ പ്ലെയിൻ, നമ്മൾ 2 dimensional മോഷനിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിങ്ങൾ സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് എന്ന ടോപ്പിക്സ് പഠിച്ചിരിക്കണം. സ്കേലാർ ക്വാണ്ടിറ്റീസ്, വെക്ടർ ക്വാണ്ടിറ്റീസ് എല്ലാം പഠിച്ചിരിക്കണം. അതുപോലെ പ്രൊജക്റ്റൈൽ മോഷൻ ആൻഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, ഈ 2 ടോപ്പിക്കും കൂടെ ഇതിൽ നിന്ന് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് 1 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത ലോസ് ഓഫ് മോഷൻ ആണ്. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ, ന്യൂട്ടന്റെ 1ാമത്തെ ചലന നിയമവും ഇനേർഷ്യയും കവർ ചെയ്യണം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ഫോഴ്സ്, ഇത് കവർ ചെയ്യേണ്ട ടോപ്പിക്കാണ്. റീകോയിൽ വെലോസിറ്റി ആൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ പഠിക്കേണ്ടതാണ്. ഫ്രിക്ഷൻ പഠിക്കേണ്ട ടോപ്പിക്കാണ്. അതുപോലെ ബാങ്കിങ് ഓഫ് കർവ്സ്, ഇതും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്നും ലോസ് ഓഫ് മോഷൻ എന്ന ഈ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക് എനർജി തിയറം, എനർജി, കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജീസ്, പൊട്ടൻഷ്യൽ എനർജീസ് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് നടക്കാനിരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ വേണം പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകാൻ. നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് എഴുതുന്നത് എന്ന ബോധത്തോടെ വേണം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. പിന്നെ പവർ കൂടെ ആ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. സോ വർക്ക് എനർജി തിയറം, കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ്, പവർ ഇത്രയും ഭാഗത്തു നിന്നും 1 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് സോളിഡ് മെക്കാനിക്സ് ആണ്. അവിടെ നിങ്ങൾക്ക് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇത് മാത്രമേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്താണ്ട് ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ചോദ്യം ഈ ഒരു ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിങ്ങൾക്ക് പാസ്കൽസ് ലോ കവർ ചെയ്യണം, ബെർണോളീസ് പ്രിൻസിപ്പിൾ കവർ ചെയ്യണം, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ക്യാപ്പിലാരിറ്റി ഇത്രയും ഫിനോമിനൻസും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്നും 1 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്തത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന ഭാഗത്ത് നിന്നും ടെമ്പറേച്ചർ, അതുപോലെ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, എങ്ങനെയാണ് മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, അതിൻ്റെ സ്കെയിൽസ് എല്ലാം പഠിക്കണം. അതുപോലെ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ, ടെമ്പറേച്ചർ
ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മോഡ്സ് ആണ്, അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ലോസ് ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അങ്ങനെ കുറച്ച് ലോസ് ഉണ്ട്, അത് പഠിക്കണം. ഹീറ്റ് എൻജിൻസ് പഠിക്കണം, റെഫ്രിജറേറ്റേഴ്സും പഠിക്കണം. അത് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു വലിയൊരു ടോപ്പിക്കാണ്. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ചോദ്യമേ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ഓസിലേഷൻസ് ആണ് നിങ്ങളുടെ ടോപ്പിക്. ഓസിലേഷനിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് മോഷൻ കവർ ചെയ്യണം. ടൈം ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഓസിലേഷൻ്റെ ഫ്രീക്വൻസി അതുപോലെ ഓസിലേഷൻ്റെ ടൈം കവർ ചെയ്യണം. അതുപോലെ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ കവർ ചെയ്യണം. നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അവിടെ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് കവർ ചെയ്യേണ്ട ടോപ്പിക്കാണ്. കൂളംസ് ലോ കവർ ചെയ്യേണ്ട ടോപ്പിക്കാണ് കൂളംസ് ലോ. അതുപോലെ ഗോസ് തിയറം കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് 1 മാർക്കിന് തന്നെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ഉള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് അത് നോക്കുക, കപ്പാസിറ്റൻസ് നോക്കുക, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നോക്കുക, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ നോക്കുക. അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നിന്നും 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് കറണ്ട്, അതുപോലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഓംസ് ലോ, റെസിസ്റ്റൻസ്, കിർച്ചോഫ് ലോ. ഇത്രയുമാണ് നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്. 1 മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. അടുത്തത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിസം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും NCERT-ൽ നിങ്ങൾക്ക് ഇത് 2 ചാപ്റ്റർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ടോപ്പിക് ആക്കിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കവർ ചെയ്യേണ്ടത് മോഷൻ ഓഫ് എ ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കവർ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ വയേഴ്സ് കവർ ചെയ്യണം. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, എർത്ത്സ് മാഗ്നറ്റിസം, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഇത്രയുമാണ് നിങ്ങൾ ഇവിടെ കവർ ചെയ്യേണ്ട ടോപ്പിക്സ്. 1 മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിങ്ങൾ ഫാരഡേസ് ലോ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ. ഇത്രയുമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ്. നിങ്ങൾക്ക് 1 മാർക്കിന് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് AC ജനറേറ്റർ എന്ന ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് 1 മാർക്കിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണ്, അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ സംബന്ധിച്ച കുറച്ച് ഫാക്ട്സ്. ഇനി AC ജനറേറ്റർ, അതിൻ്റെ ഫംഗ്ഷൻ, അതിൻ്റെ സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതിൻ്റെ പാർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രം മതി. മറ്റൊരു കാര്യങ്ങളും ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടില്ല. പ്ലസ് ഇപ്പോഴും പറയുന്നു, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാരണം ന്യൂമറിക്കൽസ് എല്ലാം ധാരാളം വരുന്ന ഒരു പോർഷനാണ് ഇതെല്ലാം. സോ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് വളരെ നന്നായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ് ആണ്. ഇവിടെയും റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും 2 ചാപ്റ്റർ ആയിട്ടാണ്. അതിൽ റേ ഒപ്റ്റിക്സ് തന്നെ വീണ്ടും 2 ചാപ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് NCERT-ൽ. അത് നിങ്ങൾക്ക് ഒരുമിച്ച് ആണ് ഇവിടെ ഒരു ടോപ്പിക്കായിട്ട് വരുന്നത്. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് റിഫ്ലക്ഷൻ എന്താണ്, റിഫ്രാക്ഷൻ എന്താണ്, അത് പഠിക്കുക. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അത് പഠിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം ചോദിക്കും. ഇൻ്റർഫറൻസ് എന്താണ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ ഇവ എന്താണ്, ഇവയും കൂടെ പഠിക്കുക. ഇവിടെയും ന്യൂമറിക്കൽസ് ധാരാളം ഉള്ളൊരു പ്രോബ്ലമാണ്. അത് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് 1 മാർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഇവിടെ നിങ്ങൾക്ക് 2 ടോപ്പിക്കേ കവർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, അതുപോലെ ഡി ബ്രോഗ്ലി വേവ്സ്. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അവിടെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം തന്നെയാണ്, 1 മാർക്ക്. നെക്സ്റ്റ് അറ്റോമിക് ന്യൂക്ലിയയിൽ നിങ്ങൾക്ക് മാസ് നമ്പർ, അറ്റോമിക് നമ്പർ, മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ്. റേഡിയോ ആക്ടിവിറ്റി പഠിക്കണം. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 1 മാർക്ക്. സെമി കണ്ടക്ടേഴ്സ് പൊതുവെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ഇവിടെ കൂടുതലും കോംപ്ലിക്കേറ്റഡ് ആയ ന്യൂമറിക്കൽസ് ഇല്ലാത്തൊരു ചാപ്റ്ററാണ്.
ഡിജിറ്റൽ ഗേറ്റ്സിൽ മാത്രം ചില കാൽക്കുലേഷൻസ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നോക്കുക, അതുപോലെ റെക്ടിഫയേഴ്സ് എന്താണെന്ന് നോക്കുക, ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ ഗേറ്റ്സ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഫിസിക്സിൽ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ്. ഇവിടെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് 1 മാർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സിൽ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിരിക്കണം. എല്ലാ ചാപ്റ്റേഴ്സും പൂർണ്ണമായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ ചാപ്റ്റേഴ്സിൽ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് സെലക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുമാത്രം പഠിച്ചാൽ മതിയാകും. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അടുത്ത ടോപ്പിക് കെമിസ്ട്രിയാണ്. അടുത്ത സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് മൊത്തം 10 മോഡ്യൂൾസ് ആണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ്, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി, സൊല്യൂഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, ബയോമോളിക്യൂൾസ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത്. അതിൽ ഓരോന്നായിട്ട് ഏതൊക്കെയാണ് അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കാണാം, 1 മാർക്കാണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റോമിക് മോഡൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റോമിക് മോഡൽസ് പല അറ്റോമിക് മോഡൽസ് ഉണ്ട്, അത് ഒരുപാടുണ്ട്, അത് പഠിക്കണം. ദെൻ ഡെവലപ്മെൻറ്റ്സ് ലീഡിങ് ടു ബോർസ് ആറ്റം മോഡൽ, അത് പഠിക്കണം. ബോർസ് മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം പഠിക്കണം. അവിടെ സ്പെക്ട്ര എല്ലാം വരുന്നത് ആ ഒരു ഭാഗത്താണ്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം അത് പഠിക്കുക. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ക്വാണ്ടം നമ്പേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ചിരിക്കണം. ഈ ഒരു മോഡ്യൂളിൽ വേവ് ലെങ്ത്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീക്വൻസി, അങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ ന്യൂമറിക്കൽസ് കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവുക സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന്. രണ്ടാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യുലാർ സ്ട്രക്ചർ ആണ്. ഇവിടെ ന്യൂമറിക്കൽസ് ആയിട്ട് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. സോ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് നോക്കാം. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യുലാർ സ്ട്രക്ചർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ 1 മാർക്കാണ്. ഓക്കെ, അവിടെ നമ്മൾ പഠിക്കേണ്ടത് കോസൽ ലൂയിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്, അയോണിക് ഓർ ഇക്വാലന്റ് ബോണ്ട്, ബോണ്ട് പാരാമീറ്റേഴ്സ്, ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്ത്, അങ്ങനെയുള്ള ബോണ്ട് പാരാമീറ്റേഴ്സ്, ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, VSEPR തിയറി എന്ന് പറയും. VSEPR തിയറി കവർ ചെയ്യണം. വാലൻസ് ബോണ്ട് തിയറി, VBT എന്ന് പറയും, വാലൻസ് ബോണ്ട് തിയറി. അതുപോലെ ഹൈബ്രിഡൈസേഷൻ, മോളിക്യുലാർ ഓർബിറ്റൽ തിയറി, ബോണ്ടിങ് ഇൻ സം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്, അത് പഠിക്കണം. ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചധികം പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഇത്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യുലാർ സ്ട്രക്ചർ. ഹൈബ്രിഡൈസേഷനൊക്കെ പുതിയ ചില കോൺസെപ്റ്റുകളാണ്. സോ സമയം കൊടുത്ത് തന്നെ പഠിക്കണം. അടുത്ത ടോപ്പിക്ക് വരുന്നു തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ നമുക്ക് പ്രധാനമായിട്ടും തെർമോഡൈനാമിക് ടേംസ് പഠിക്കണം. ആപ്ലിക്കേഷൻസ് ഓഫ് തെർമോഡൈനാമിക്സ്, മെഷർമെൻറ്റ് ഓഫ് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ എച്ച്. കലോറിമെട്രി ഉപയോഗിച്ചാണ് ഇത് മെഷർ ചെയ്യേണ്ട രീതി നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഡെൽറ്റ യു, ഡെൽറ്റ എച്ച്, എൻതാൽപ്പി ചേഞ്ചും ഇന്റേണൽ എനർജി ചേഞ്ചും കലോറിമെട്രി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ എൻതാൽപ്പി ചേഞ്ച്, ഡെൽറ്റ എച്ച് ഓഫ് എ റിയാക്ഷൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യണം. എൻതാൽപ്പീസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ, പല ടൈപ്സ് ഓഫ് റിയാക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ഓരോ ടൈപ്പിലും എൻതാൽപ്പി ചേഞ്ച് എങ്ങനെയാണ് എന്ന് പഠിക്കുക. നെക്സ്റ്റ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യുക. ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം. ഇത്രയുമാണ് തെർമോഡൈനാമിക്സിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ന്യൂമറിക്കൽസും ഉള്ള ചാപ്റ്റർ തന്നെയാണ്. പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഇക്വിലിബ്രിയം കുറച്ചധികം കണ്ടന്റ് ഉണ്ടെങ്കിലും വളരെ എളുപ്പമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ഇക്വിലിബ്രിയം. സോ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഇക്വിലിബ്രിയം ഇൻ ഫിസിക്കൽ പ്രോസസ്സസ്, അതുപോലെ ഇക്വിലിബ്രിയം ഇൻ കെമിക്കൽ പ്രോസസ്സസ്, അത് ഡൈനാമിക് ഇക്വിലിബ്രിയം, അതുപോലെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പഠിക്കുക. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്താണ് പഠിക്കുക. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്താണ് പഠിക്കണം. ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പഠിക്കണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K, റിയാക്ഷൻ കോഷ്യന്റ് Q ആൻഡ് ഗിബ്സ് എനർജി G. അപ്പോൾ K,
Q and G ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താണെന്ന് പഠിക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം ഏതൊക്കെയാണ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ മനസ്സിലാവും മാർക്ക് ഇവിടെ 2 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ 2 മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ടോപ്പിക്സ് കുറച്ച് കൂടുതൽ തന്നിട്ടുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്കിത് കവർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ടോപ്പിക്ക് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇക്വിലിബ്രിയത്തിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് അയോണിക് ഇക്വിലിബ്രിയം ഇൻ സൊല്യൂഷൻ. അതുപോലെ ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് പഠിക്കുക. അയോണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് അത് പഠിക്കണം. ബഫർ സൊല്യൂഷൻ എന്താണ് എന്ന് പഠിക്കുക. സോലുബിലിറ്റി ഇക്വിലിബ്രിയ ഓഫ് സ്പാരിംഗ്ലി സോലുബിൾ സോൾട്ട്. ഓക്കെ, സ്പാരിംഗ്ലി സോലുബിൾ ആയിട്ടുള്ള സോൾട്ടുകളുടെ സോലുബിലിറ്റി ഇക്വിലിബ്രിയ. ഇത്രയും ടോപ്പിക്സ് ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോർഷനിൽ നിന്നും നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് 2 ആണ്. അടുത്ത മോഡ്യൂൾ കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിലും നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 2 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ കുറച്ച് ടോപ്പിക്സേ പഠിക്കാനായിട്ടുള്ളൂ. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അത് പഠിക്കുക. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ പഠിക്കണം. ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് അത് പഠിക്കുക. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ പഠിക്കേണ്ട ടോപ്പിക്കാണ്. അതുപോലെ കൊളീഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ്റെ കൊളീഷൻ തിയറി. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് മോഡ്യൂൾ ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ്. ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആണ്. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ മനസ്സിലാവും 3 മാർക്കിനാണ് ഇവിടെ. ഓർഗാനിക്കിൽ നിന്ന് 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻസ്, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ നോമൻക്ലേച്ചർ നാമകരണം, സ്ട്രക്ചർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ സ്ട്രക്ചർ, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് എന്താണ്, സം കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾസ്. ഇത്രയുമാണ് പഠിക്കേണ്ടത്. സോ ഇതിനെ ബേസ് ചെയ്തുള്ള ധാരാളം റിയാക്ഷൻസ് ഇൻ ഡെപ്തിലൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, സ്ട്രക്ചർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആൻഡ് സം കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾസ്. ഇത്രയും മാത്രം നിങ്ങൾ കവർ ചെയ്താലും മതി. ഓക്കെ, സോ ഈ ഒരു ഓർഗാനിക്കിൻ്റെ പ്രത്യേകത നമുക്ക് ആൽക്കഹോൾസ് പഠിക്കാനുണ്ട്, അതുപോലെ കാർബോക്സിലിക് ആസിഡ് എല്ലാം പഠിക്കാനുണ്ട്. സോ ഇതിലെ മിക്ക പോർഷൻസും ഓവർലാപ്പിംഗ് ആണ്. ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് തന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററിലും പഠിക്കും എന്നുള്ളതുകൊണ്ട് ഓർഗാനിക് ആസ് എ ഹോൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് വളരെ കുറവാണ്. ഇൻഡെപ്ത് ഒരുപാട് റിയാക്ഷൻസ് ഒന്നും പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഓർഗാനിക് വളരെ ഈസിയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമുക്കിവിടെ കാണാം കുറച്ച് കൂടുതലാണ്. ഓക്കെ, സോ ഓർഗാനിക്കിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് പോവാം. അടുത്ത മോഡ്യൂൾ ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഇവിടെയും നമ്മൾ നോമൻക്ലേച്ചർ എല്ലാം പഠിക്കും. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്, ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ധാരാളം കോൺസെപ്റ്റുകൾ ഇവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് ജനറൽ ഇൻട്രൊഡക്ഷൻ, അതുപോലെ ടെട്രാവാലൻസി ഓഫ് കാർബൺ, ഷേപ്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇതെല്ലാം പഠിക്കണം. ഇവിടെയും നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഒക്കെ പറയും. ഓൾറെഡി ഹൈബ്രിഡൈസേഷൻ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ കവർ ചെയ്ത ടോപ്പിക്കുകളാണ്. സോ അതും ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ സ്ട്രക്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കവർ ചെയ്യേണ്ട ടോപ്പിക്കാണ്. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കവർ ചെയ്യേണ്ട ടോപ്പിക്കാണ്. അതുപോലെ ഐസോമെറിസം പഠിക്കുക. മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പ്യൂരിഫിക്കേഷനായിട്ട് ചില മെത്തേഡ്സ് ഉണ്ട്, ആ ഒരു ഭാഗം കവർ ചെയ്യണം. അതുപോലെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, അത് കുറച്ച് സീരീസ് ഓഫ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്, അത് പഠിക്കുക. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ നമുക്ക് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റുകൾ നമ്മൾ പഠിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒരു 2-3 എണ്ണം ലൈക്ക് നോർമാലിറ്റി അങ്ങനെ കുറച്ച് കോൺസെൻട്രേഷൻ ടേംസ് വെച്ചിട്ട് എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ ആണ് പോകുന്നത്. സോ ഇവിടെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഓർഗാനിക്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ അത് ചോദിക്കുന്നത് ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ നിങ്ങളൊന്ന് നോക്കുക. 2 മാർക്കിനാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 2 മാർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, അതുപോലെ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ സോലുബിലിറ്റി, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ്, അതുപോലെ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ്, അബ്നോർമൽ മോളാർ മാസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കവർ ചെയ്യാനായിട്ടുള്ളത്. 2 മാർക്കാണ് ഇവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ.
നെക്സ്റ്റ് ടോപ്പിക് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ നമ്മൾ നോമൻക്ലേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് പഠിക്കണം. ഇത് നമ്മൾ ഓൾറെഡി ജനറൽ പ്രിൻസിപ്പിൾസിലും നമ്മൾ പഠിക്കും. ഓക്കെ, അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ചില പ്രിപ്പറേഷൻ ഉണ്ട്, അത് പഠിക്കുക. ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും അറിഞ്ഞിരിക്കുക. യൂസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ കുറച്ചധികം റിയാക്ഷൻസ് ഉണ്ടാവും. യൂസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ചെറിയൊരു ടോപ്പിക്കാണ്. നോമൻക്ലേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെ നോമൻക്ലേച്ചർ, സ്ട്രക്ചർ, അതുപോലെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് പഠിക്കണം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ കാർബോക്സിലിക് ആസിഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുക, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുക, അതിൻ്റെ യൂസസ് പഠിക്കുക. കാർബോക്സിലിക് ആസിഡ്സ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സോ അവിടെ നിന്ന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ 2 മാർക്കിനാണ് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബയോമോളിക്യൂൾസ് ആണ്, കെമിസ്ട്രിയിലെ ലാസ്റ്റ് മോഡ്യൂൾ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് 4 മാർക്കാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വളരെ ഈസിയാണ് ബയോമോളിക്യൂൾസ്. ന്യൂമറിക്കൽസ് ഒന്നുമില്ല, കോംപ്ലക്സ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, പ്രോട്ടീൻസ് എന്താണ്, എൻസൈംസിനെ പറ്റി, വൈറ്റമിൻസിനെ പറ്റി, ന്യൂക്ലിക് ആസിഡ്സ്, അതുപോലെ ഹോർമോൺസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റി ഇതെല്ലാം നമ്മൾ ബയോളജിയിലും ഒരുവിധം കവർ ചെയ്യും. ഓക്കെ, സോ ഇതും ഓവർലാപ്പിംഗ് ആയിട്ടുള്ളതും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ കൂടിയതും ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സോ ഈ ഭാഗം ആ ഒരു പ്രാധാന്യത്തോടു കൂടെ തന്നെ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതോടെ കെമിസ്ട്രി കഴിഞ്ഞു. ഇനി ബോട്ടണിയാണ്. ബോട്ടണിയിൽ നമ്മൾ പ്രധാനമായിട്ടും റീപ്രൊഡക്ഷൻ, ബയോടെക്നോളജി, അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ്, സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, അതുപോലെ പ്ലാന്റ് ഫിസിയോളജി, ഇത്രയും കാര്യങ്ങളാണ് ബയോളജിയിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത്. അതിൽ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 2 മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ NCERTയിലെ ചാപ്റ്റർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഫ്ലവർ സ്ട്രക്ചർ, പോളിനേഷൻ, അതിൻ്റെ ടൈപ്സ്, ഏജൻസീസ് ആൻഡ് എക്സാമ്പിൾസ്. ഈ പോളിനേഷൻ നടത്തുന്ന ഏജൻസീസ്, അതിന് എക്സാമ്പിൾസ്, അതെല്ലാം പഠിക്കാം. ഓക്കെ, സോ ഇതുകൂടാതെ കുറച്ച് ടോപ്പിക്സും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കൂടാതെ നിങ്ങൾ കവർ ചെയ്യേണ്ടത് ബ്രീഡിംഗ് ഡിവൈസസ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ, സ്പെഷ്യൽ മോഡ്സ് ലൈക്ക് അപ്രോക്സിമൈസ്, കാർപ്പി ആൻഡ് പോളി എംബ്രോയിണി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്, ലൈക്ക് നിങ്ങൾ ഔട്ട് ഓഫ് ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 2 മാർക്കാണ്. നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ബയോടെക്നോളജി, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ. ഈ 2 ചാപ്റ്ററിൽ നിന്നും ഇത് നിങ്ങൾക്ക് കവർ ചെയ്യാം. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരുന്നത് ടൂൾസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, അത് പഠിക്കണം. അതുപോലെ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പഠിക്കുക. ക്ലോണിംഗ് വെക്റ്റേഴ്സ് പഠിക്കുക. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻസ് ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR ഉപയോഗിച്ചുള്ള ജീൻസ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ആംപ്ലിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കവർ ചെയ്യണം. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചറിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ, BT കോട്ടൺ, പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ്, അതുപോലെ RNA ഇൻ്റർഫിയറൻസ്, ഹ്യൂമൻ ഇൻസുലിൻ, ജീൻ തെറാപ്പി, അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, ട്രാൻസ്ജെനിക് ആനിമൽസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു 2ാമത്തെ പാർട്ടിൽ പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ എൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ റീപ്രൊഡക്ഷൻ 2 മാർക്ക്, ബയോടെക്നോളജി 2 മാർക്ക്, ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് വരുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് ആണ്. 1 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. നിങ്ങൾക്കിത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും എക്കോസിസ്റ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കവർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കവർ ചെയ്യേണ്ടതായുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻസ്, അവിടെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ്, മ്യൂച്വലിസം, കോമ്പറ്റീഷൻ, പ്രിഡേഷൻ, അതുപോലെ പാരസൈറ്റിസം, ഇത്രയും എന്താണ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് ഉണ്ട്, അത് കവർ ചെയ്യുക. അതുപോലെ
പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ലൈക്ക് ഗ്രോത്ത്, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു ഭാഗത്ത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ എക്കോസിസ്റ്റം ആണ്. എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത് എക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്, അതുപോലെ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, പിരമിഡ്സ് ഓഫ് നമ്പർ, ബയോമാസ് ആൻഡ് എനർജി, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇതെല്ലാം ജസ്റ്റ് കംപ്ലീറ്റ് തിയറിയാണ്. വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാവുന്ന, വായിച്ചാൽ തന്നെ ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, സോ അടുത്ത മോഡ്യൂൾ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് ആണ്. അവിടെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 1 മാർക്ക് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂൾ നിങ്ങൾക്ക് 2 ചാപ്റ്ററിൽ നിന്ന് കവർ ചെയ്യാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ പ്ലാൻ കിങ്ഡം, ഈ 2 മോഡ്യൂൾസിൽ നിന്ന് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാം. ഓക്കെ, സോ അവിടെ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്താൽ അവിടെ നിങ്ങൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണ്, അതുപോലെ ലൈക്കൻസ്, വൈറസ്, വൈറോയിഡ്സ്, പ്രിയോൺസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ. ഇനി പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ സാലിൻ ഫീച്ചേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ടു മേജർ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ നോക്കേണ്ടത്. അവിടെ ടെറിഡോഫൈറ്റ്സിൽ നിങ്ങൾ ഹെട്രോസ്കോപ്പി, അതുപോലെ സീഡ് ഹാബിറ്റ്, ഇതും കവർ ചെയ്യണം. അപ്പോൾ ഇത്രയും കവർ ചെയ്താൽ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന മോഡ്യൂൾ, ആ ഒരു മോഡ്യൂളിൽ നിന്ന് വരുന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് മോഡ്യൂൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ്. അവിടെ 2 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂൾ കവർ ചെയ്യാം. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന 2 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂൾ കവർ ചെയ്യാം. അതിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, റൂട്ട്, ലീഫ്, വിനേഷൻ ആൻഡ് ഫിലോടാക്സി, അതുപോലെ ഇൻഫ്ലോറസെൻസിൽ സൈമോസ് ആൻഡ് റെസിമോസ് മാത്രം പഠിച്ചാൽ മതി. റെസിമോസ് ഇൻഫ്ലോറസെൻസും സൈമോസ് ഇൻഫ്ലോറസെൻസും, അതുപോലെ ഈസ്റ്റിവേഷൻ, പ്ലാസന്റേഷൻ, സീഡ്, ഇത്രയും ടോപ്പിക്കാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിക്കേണ്ടത്. ഇനി അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിക്കേണ്ടത് ദ ടിഷ്യൂ സിസ്റ്റം. അവിടെ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, റേഡിയൽ, കൺജോയിന്റ്, ഓപ്പൺ, ക്ലോസ്ഡ് വാസ്കുലർ, ഓപ്പൺ, അതുപോലെ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ്, ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ടിഷ്യൂ സിസ്റ്റത്തിൽ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, അതുപോലെ റേഡിയൽ, കൺജോയിന്റ്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ്, ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് 1 മാർക്കാണ്. 1 മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ട് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ്. സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 1 മാർക്കാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് 2 ചാപ്റ്ററിൽ നിന്ന് സെൽ തിയറി ആൻഡ് സെൽസ് ആസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ നിന്നും, അതുപോലെ സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കവർ ചെയ്യാം. ഓക്കെ, അതിൽ സെൽ തിയറി ആൻഡ് സെൽസ് ആസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് സെൽ ഓർഗനൽസ് ലൈക്ക് എൻഡോമെംബ്രെയിൻ സിസ്റ്റം ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, അതുപോലെ ലൈസോസോംസ്, വാക്യൂൾസ്, മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, പ്ലാസ്റ്റിഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു ഭാഗത്ത് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി സെൽ ഡിവിഷനിലാണെങ്കിലോ അവിടെ നിങ്ങൾ സെൽ സൈക്കിൾ കവർ ചെയ്യണം. മൈറ്റോസിസ്, മിയോസിസ്, ഈ മൈറ്റോസിസും മിയോസിസും 2 ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻസ് ആണ്. ഈ 2 ടൈപ്സ് ഓഫ് സെൽ ഡിവിഷൻസിൻ്റെയും മെയിൻ ഇവൻറ്റ്സ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. സോ ഇത്രയും കവർ ചെയ്താൽ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് വരുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പ്ലാൻ ഫിസിയോളജി ആണ്. പ്ലാൻ ഫിസിയോളജി കുറച്ച് വലിയൊരു മോഡ്യൂളാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 2 മാർക്കാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. സോ ഒരു പ്ലാൻ ഫിസിയോളജി എന്ന് പറയുന്ന പാർട്ട് നിങ്ങൾക്ക് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ ഒരു 3 ചാപ്റ്റർ പഠിക്കുന്നത് വഴി ആ ഒരു ഭാഗം, ആ ഒരു മോഡ്യൂൾ കവർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഫോട്ടോസിന്തസിസിൽ നിങ്ങൾക്ക് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, അതുപോലെ ഫോട്ടോ റെസ്പിറേഷൻ, C3 ആൻഡ് C4 പാത്വേസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കണം. ഇനി റെസ്പിറേഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത് സെല്ലുലാർ റെസ്പിറേഷൻ. ആ സെല്ലുലാർ റെസ്പിറേഷനിൽ ഗ്ലൈക്കോളിസിസ്, ഫെർമെൻറ്റേഷൻ അഥവാ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഫെർമെൻറ്റേഷൻ അഥവാ അനേറോബിക് റെസ്പിറേഷൻ, പിന്നെ TCA സൈക്കിൾ,
റെസ്പിറേറ്ററി കോഷ്യൻ, ഇത്രയും കാര്യങ്ങളാണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ഓക്സിൻ, ഗിബർലീൻസ്, സൈറ്റോകൈനിൻസ്, എഥിലീൻ, ABA, അബ്സിസിക് ആസിഡ്, ഇത്രയും ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ പറ്റി മാത്രം പഠിച്ചാൽ മതി. സോ ഈ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് 2 മാർക്കാണ് പ്രതീക്ഷിക്കാവുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 2 മാർക്സ് ആണ്. ഓക്കെ, സോ അത് മനസ്സിൽ വച്ചേക്കണം. അടുത്ത സുവോളജിയാണ്. സുവോളജി നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ള മോഡ്യൂൾസ് റീപ്രൊഡക്ഷൻ, അതുപോലെ ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ, ഹ്യൂമൻ വെൽഫെയർ, എൻവയോൺമെന്റ്, ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ്, സെൽ സ്ട്രക്ചർ, ഹ്യൂമൻ ഫിസിയോളജി, ഇത്രയും മോഡ്യൂൾസ് ആണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഫിസിയോളജിയാണ്. അവിടെ ധാരാളം സബ് ടോപ്പിക്സ് വരും. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം തന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ആകെ 1 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. 2 മോഡ്യൂൾസ് കവർ ചെയ്താൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗം ഈസി ആയിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഈ 2 ഭാഗത്തും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതുപോലെ ഗാമറ്റോജെനസിസ്, സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis, ഫെർട്ടിലൈസേഷൻ, embryo development up to blastocyst formation, implantation, hormones of placenta, അതുപോലെ പാർട്യൂറിഷൻ ആൻഡ് ലാക്ടേഷൻ. ഇത്രയും ടോപ്പിക്സ് ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കേണ്ടത്. ആ ഒരു ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യണം. ഇനി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് STDs, സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് കവർ ചെയ്യണം. ബർത്ത് കൺട്രോൾ, അതിൻ്റെ മെത്തേഡ്സ്, അതുപോലെ കോൺട്രാസെപ്ഷൻ ആൻഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. കോൺട്രാസെപ്ഷൻ നമുക്ക് പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ്. അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP, അതുപോലെ ആംനിയോസെൻറ്റസിസ് എന്താണ്, ഇൻഫെർട്ടിലിറ്റി ആൻഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ലൈക്ക് IVF തന്നെ SIFT ആൻഡ് GIFT, സ്വിഫ്റ്റും ഉണ്ട് ഗിഫ്റ്റും ഉണ്ട്. അതുപോലെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, അതുപോലെ സറോഗസി, വാടക ഗർഭം എന്നൊക്കെ പറയാം. ആ ഒരു ഭാഗം ഇത്രയുമാണ് നിങ്ങൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചാപ്റ്ററിൽ കവർ ചെയ്യേണ്ടത്. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഈ 2 ടോപ്പിക്ക് കവർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂൾ ഫുൾ കംപ്ലീറ്റ് കവർ ചെയ്യാനായിട്ട് പറ്റും. 1 മാർക്കാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനായിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് മോഡ്യൂളിലോട്ട് പോവാം. അടുത്ത മോഡ്യൂളാണ് ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. ഓക്കെ, 2 മാർക്കിനാണ് ഇവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഈ ഒരു മോഡ്യൂൾ നിങ്ങൾക്ക് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, അതുപോലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഇവല്യൂഷൻ, ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് വഴി ഈ ഒരു പോർഷൻ കവർ ചെയ്യാൻ പറ്റും. ജെനറ്റിക്സ് ആൻഡ് ഇവല്യൂഷൻ എന്ന് പറയുന്ന പോർഷൻ. അതിൽ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് മെൻഡലിയൻ ഇൻഹെറിറ്റൻസ്, ഡീവിയേഷൻ ഫ്രം മെന്റലിസം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ്, പോളിജനിക് ഇൻഹെറിറ്റൻസ്, പ്ലിയോട്രോപ്പി, സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്, ബേർഡ്സ്, ഹണിബീസ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഇൻ ഹ്യൂമൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കവർ ചെയ്യണം. ഓക്കെ, അടുത്തത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ഡൗൺ സിൻഡ്രോം, അതുപോലെ ടേണേഴ്സ് ആൻഡ് ക്ലിൻഫിറ്റേഴ്സ് സിൻഡ്രോം, ഇതും കൂടെ ഈ ഒരു ഡിസോർഡേഴ്സ് കൂടെ പഠിക്കണം. നെക്സ്റ്റ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് RNA പഠിക്കാനുണ്ട്, DNA പാക്കേജിംഗ് പഠിക്കാനുണ്ട്, DNA റെപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്, സെൻട്രൽ ഡോഗ്മ, ട്രാൻസ്ക്രിപ്ഷൻ, ജനറ്റിക് കോഡ്, അതുപോലെ ട്രാൻസ്ലേഷൻ, ജീൻ എക്സ്പ്രഷൻ ആൻഡ് റെഗുലേഷൻ, ലാക് ഓപ്പറോൺ ആൻഡ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, DNA ഫിംഗർ പ്രിന്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. അടുത്തത് ഇവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒറിജിൻ ഓഫ് ലൈഫ് പഠിക്കണം, ബയോളജിക്കൽ ഇവല്യൂഷൻ ആൻഡ് എവിഡൻസസ് ഫോർ ബയോളജിക്കൽ ഇവല്യൂഷൻസ്. അത് നിങ്ങൾക്ക് പാലിയോntological എവിഡൻസും അതുപോലെ കമ്പാരിറ്റീവ് അനാറ്റമി എവിഡൻസും പഠിക്കണം. അതുപോലെ ഹാർഡി വെയിൻസ്ബർഗ് പ്രിൻസിപ്പിൾ, അഡാപ്റ്റീവ് റേഡിയേഷൻ, ഹ്യൂമൻ ഇവല്യൂഷൻ, ഇത്രയും ടോപ്പിക്സ് ആണ് ഇവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും കവർ ചെയ്യേണ്ടത്. സോ ഇത്രയും കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജെനറ്റിക്സ് ആൻഡ് ഇവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 2 മാർക്കിന് വെയിറ്റേജ് കൊടുത്തിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ടോപ്പിക്ക് ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. വെയിറ്റേജ് 1 മാർക്കാണ്.
ഇവിടെ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു മോഡ്യൂൾ നിങ്ങൾക്ക് 2 ചാപ്റ്റർ കവർ ചെയ്യുന്നത് വഴി, അതായത് ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററും മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററും കവർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് നേടാവുന്നതാണ്. അതിൽ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പാത്തോജൻസ് പഠിക്കണം. പാരസൈറ്റ്സ് കോസിംഗ് ഹ്യൂമൻ ഡിസീസ് ലൈക്ക് മലേറിയ, ഫൈലേറിയാസിസ്, അസ്കാരിയാസിസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, കോമൺ കോൾഡ്, അമീബിയാസിസ്, റിംഗ് വോം, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. Then basic concepts of immunology like and vaccines, അതുപോലെ ക്യാൻസർ, HIV, human immunodeficiency virus and AIDS, okay, acquired immunodeficiency syndrome, ഇത്രയും കാര്യങ്ങൾ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കണം. അതുപോലെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇൻ ഹൗസ് ഹോൾഡ് ഫുഡ് പ്രോസസ്സിങ്ങിൽ മൈക്രോബ്സ് എങ്ങനെ യൂസ് ആവുന്നു, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതുപോലെ ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട്, ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് മൈക്രോബ്സിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ്. സോ ഇത്രയും ടോപ്പിക്സ് ലൈക്ക് ഹൗസ് ഹോൾഡ് ഫുഡ് പ്രോസസ്സിംഗ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ബയോ കൺട്രോൾ ഏജൻസ് ആൻഡ് ബയോ ഫെർട്ടിലൈസേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത് വഴി നിങ്ങൾക്ക് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ആ ചാപ്റ്ററും അതിലൂടെ ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ 1 മാർക്ക് വെയിറ്റേജ് ഉള്ള ആ ഒരു മോഡ്യൂളും കവർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് ആണ്. സുവോളജിയിലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ഹോട്ട്സ്പോട്ട്, എൻഡേഞ്ചേർഡ് ഓർഗാനിസംസ്, അതുപോലെ എക്സ്റ്റിൻഷൻ, റെഡ് ഡേറ്റ ബുക്ക്, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ് ആൻഡ് സാങ്ച്വറീസ്, ഇത്രയും കാര്യങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കവർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് ആണ്. അവിടെ നിങ്ങൾക്ക് 2 ചാപ്റ്റർ പഠിക്കാനായിട്ടുണ്ട്. വാട്ട് ഈസ് ലിവിങ്, അതുപോലെ അനിമൽ കിങ്ഡം. ഇതിൽ വാട്ട് ഈസ് ലിവിങ് എന്ന് പറയുന്ന ഭാഗത്ത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ടാക്സോണമിക്കൽ ഹെയറാർക്കി, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ടൂൾസ് ഫോർ സ്റ്റഡി ഓഫ് ടാക്സോണമി, മ്യൂസിയംസ്, സൂസ്, ഹെർബേറിയ, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്യണം. അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഭാഗത്ത് സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ്, നോൺ കോഡേറ്റ്സ് അപ് ടു ഫൈല ലെവൽ. അപ്പം ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസിൽ പ്രധാനമായിട്ടും അനിമൽസിനെ നോൺ കോഡേറ്റ്സ് ആയിട്ടും കോഡേറ്റ്സ് ആയിട്ടും 2 ക്ലാസ് ആയിട്ട് തിരിക്കാം. അതിൽ നോൺ കോഡേറ്റ്സിൽ നിങ്ങൾ ഫൈല ലെവൽ വരെ പഠിച്ചാൽ മതി. അതുപോലെ കോഡേറ്റ്സിൽ നിങ്ങൾക്ക് ക്ലാസസ് ലെവൽ വരെ പഠിച്ചാൽ മതി. ഓക്കെ, അതിന് സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സാലിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അത് ടെക്സ്റ്റിലുണ്ട്. അതുപോലെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ്, ഇത്രയുമാണ് നിങ്ങൾ ആ ഒരു ഭാഗത്ത് കവർ ചെയ്യേണ്ടത്. ഇത്രയും കവർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്നും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത മോഡ്യൂൾ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, വെയിറ്റേജ് 1 മാർക്കാണ്. ഈ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ലിവിങ് സെൽസ് എന്ന് പറയുന്ന ബയോമോളിക്യൂൾസ്, അപ്പോൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി. അതിൽ പഠിക്കേണ്ടത് എൻസൈംസ്, അതിൻ്റെ ടൈപ്സ്, പ്രോപ്പർട്ടീസ്, എൻസൈം ആക്ഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രം. എൻസൈംസിൻ്റെ ടൈപ്സ്, എൻസൈംസിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ എൻസൈമാറ്റിക് ആക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കവർ ചെയ്താൽ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് വരുന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സോ നെക്സ്റ്റ് ഹ്യൂമൻ ഫിസിയോളജി ആണ്. ഹ്യൂമൻ ഫിസിയോളജി കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്, വലിയൊരു മോഡ്യൂളാണ്. ഇവിടെ ഈ ഹ്യൂമൻ ഫിസിയോളജി നിങ്ങൾക്ക് 6 ചാപ്റ്റേഴ്സ് കവർ ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് ടോട്ടൽ 3 മാർക്കാണ്. അതിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, അതുപോലെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, ഇതുകൂടാതെ ലോക്കോമോഷൻ, ന്യൂറൽ കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ, ഈ 6 ചാപ്റ്റേഴ്സ് പഠിച്ചാലേ നിങ്ങൾക്ക് ഈ ഒരു ഹ്യൂമൻ ഫിസിയോളജി എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇതിൽ ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ ഇൻ ഹ്യൂമൻസ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആൻഡ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ, റെസ്പിറേറ്ററി വോളിയം, ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു റെസ്പിറേഷൻ, ആസ്മ, എംഫൈസിമ, ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, ഇത്രയുമാണ് ഇവിടെ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്. നെക്സ്റ്റ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് കോമ്പോസിഷൻ ഓഫ് ബ്ലഡ്, ബ്ലഡ് ഗ്രൂപ്പ്സ്, കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്, കാർഡിയാക് സൈക്കിൾ, കാർഡിയാക് ഔട്ട്പുട്ട്, ECG, ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ്, ആംജിന പെക്ടോറീസ് ആൻഡ് ഹാർട്ട് ഫെയിലിയർ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത്. അടുത്ത എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് മോഡ്സ് ഓഫ് എക്സ്ക്രീഷൻ ലൈക്ക് അമോണോടെലിസം, യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം,
human excretory system, structure and function, regulation of kidney function, renin angiotensin, അതുപോലെ atrial natriuretic factor, ADH, disorders like uremia, renal failure, renal calculi, nephritis, dialysis, അതുപോലെ ഡയാലിസിസ്, അതുപോലെ ആർട്ടിഫിഷ്യൽ കിഡ്നി. ഇത്രയും ടോപ്പിക്സ് ആണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. സോ ഹ്യൂമൻ ഫിസിയോളജിന്ന് ആ വെയിറ്റേജ് ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 3 മാർക്കാണ് ഇവിടുത്തെ വെയിറ്റേജ്. നെക്സ്റ്റ് ചാപ്റ്റർ ലോക്കോമോഷൻ ഓഫ് മൂവ്മെന്റ്. അപ്പോൾ ഈ ഹ്യൂമൻ ഫിസിയോളജിയിൽ തന്നെ ബാക്കിയാണ് 3 ചാപ്റ്ററേ ആയുള്ളൂ, മൊത്തം 6 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അടുത്ത ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ സ്കെലറ്റൽ മസിൽസ് പഠിക്കണം, കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആൻഡ് മസിൽ കോൺട്രാക്ഷൻ, അതുപോലെ ജോയിൻസ്, ഡിസോർഡേഴ്സ് ഓഫ് മസ്കുലാർ ആൻഡ് സ്കെലറ്റൽ സിസ്റ്റം, അതുപോലെ മാസ്തീനിയ ഗ്രേവിസ്, ടെറ്റനി, മസ്കുലാർ ഡിസ്ട്രോഫി, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ് ആൻഡ് ഗൗട്ട്. ഇത്രയും കാര്യങ്ങൾ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ പഠിക്കണം. നെക്സ്റ്റ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഇവിടെ ന്യൂറോൺസ് ആൻഡ് നെർവ്സ്, നെർവസ് സിസ്റ്റം ഇൻ ഹ്യൂമൻസ്, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം ആൻഡ് വിസറൽ നെർവസ് സിസ്റ്റം, ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ഇത്രയുമാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ഹോർമോൺസിൻ്റെ ചാപ്റ്റർ. ഇവിടെ നിങ്ങൾക്ക് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, അഡ്രീനൽ, പാൻക്രിയാസ്, ഗൊണാഡ്സ്. അപ്പോൾ ഇത്രയും എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ഓർഗൻസ് പഠിക്കണം, എൻഡോക്രൈൻ ഓർഗൻസ് പഠിക്കണം. അതുപോലെ കോമൺ ഡിസോർഡേഴ്സ്, എക്സാമ്പിൾ ഡോർഫിസം, അഗ്രോമെഗലി, ക്രെറ്റിനിസം, ഗോയിറ്റർ, എക്സോതാർമിക് ഗോയിറ്റർ, ഡയബറ്റീസ്, അഡീസൺസ് ഡിസീസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ പഠിക്കണം. ഓക്കെ, സോ ഇതാകുമ്പോഴത്തേക്ക് സുവോളജി കഴിയുന്നു. ഇനിയുള്ളത് മാത്തമാറ്റിക്സ് ആണ്. മൊത്തം കവർ ചെയ്യേണ്ടത് 6 മോഡ്യൂൾസ് ആണ്. 6 മോഡ്യൂൾസിൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്, പക്ഷേ വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. സോ സെറ്റ്സിൽ നിങ്ങൾക്ക് യൂണിയൻ, ഇന്റർസെക്ഷൻ, അതുപോലെ കോംപ്ലിമെന്റ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ സെറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 4 ആണ്, അതുകൊണ്ട് തന്നെ 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്, അതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. മാത്സിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ. അതിൽ പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൻ r at a time പഠിക്കുന്ന ടോപ്പിക്കാണ്. കോമ്പിനേഷൻ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൻ r at a time. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഓരോ ചോദ്യം വെച്ച് ഈ ഒരു യൂണിറ്റിൽ നിന്ന് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് 1 മാർക്ക് ചോദ്യം. ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻ, അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് 1 മാർക്കിൻ്റെ ചോദ്യം. ടാൻജൻസ് ആൻഡ് നോർമൽസ് 1 മാർക്കിൻ്റെ ചോദ്യം. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് 1 മാർക്കിൻ്റെ ചോദ്യം. ഇത്തരത്തിൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ് പ്രോബബിലിറ്റിയിൽ നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആ ഒരു ഭാഗം കവർ ചെയ്താൽ മതി. 1 മാർക്കിൻ്റെ ചോദ്യം, 1 ചോദ്യം മാത്രം. ബൈനോമിയൽ തിയറം, അവിടെ ജനറൽ ആൻഡ് മിഡിൽ ടേംസ് ഓഫ് ദ എക്സ്പാൻഷൻ a+b² മാത്രം നോക്കിയാൽ മതി. a+b² എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിൽ ജനറൽ ടേംസ്, മിഡിൽ ടേം ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. 2 ചോദ്യങ്ങളാണ്, അതിലൂടെ 2 മാർക്ക് നേടാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സ്വീക്വൻസ് ആൻഡ് സീരീസ് ആണ്. nth ടേം കണ്ടുപിടിക്കാൻ പഠിക്കുക. സം ഓഫ് n ടേംസ് ഓഫ് GP, നമ്പർ ഓഫ് ടേംസ് ഓഫ് GP. നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം 3 മാർക്കിന്. ഓക്കെ, നെക്സ്റ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇവിടെ ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ, കമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ഇത്രയും പഠിക്കണം. 2 മാർക്കിന് 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, അഡ്ജോയിൻറ്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്, ട്രാൻസ്വേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഇവിടെ 3 മാർക്കിന് 3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ ഇതാണ് മാത്സിൽ കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ള ഒരു സിലബസ് ആണ് മാത്സിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഡയറി ടെക്നോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ബേസിക് ഡയറി സയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഡയറി ഡെവലപ്മെൻറ്റ്, മിൽക്ക് പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ, ഡയറി പ്രൊഡക്റ്റ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റേറ്റീവ് കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഇത്രയും ആണ് കവർ ചെയ്യേണ്ട ടോപ്പിക്സ്. മൊത്തം വെയിറ്റേജ് 20 മാർക്കാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഭാഗം കൂടിയാണിത്. ഓക്കെ, സോ ഇവിടെ ബേസിക് ഡയറി സയൻസിൽ നിങ്ങൾക്ക് ഡയറി ഡെവലപ്മെൻറ്റ് ആൻഡ് കോപ്പറേറ്റീവ് സിസ്റ്റം, അതുപോലെ ഓവർവ്യൂ ഓഫ് ദ ഡയറി ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, ഓപ്പറേഷൻ ഫ്ലഡ്,
NDDB, മിൽമ. ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ. മിൽക്ക് പ്രൊഡക്ഷനിലെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറി ആനിമൽ ബ്രീഡ്സ്, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ, ഡയറി ഫാമിംഗ് പ്രാക്ടീസസ് ആൻഡ് മാനേജ്മെൻറ്റ്, ഫീഡ് ഫോർമുലേഷൻ ആൻഡ് റേഷനിങ് ഫോർ ഡയറി ആനിമൽസ്, ഫോഡർ, കാറ്റൽ ഡിസീസസ്. ഇത്രയാണ് നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ആ ഒരു ബോധത്തോടെ പഠിക്കണം. നെക്സ്റ്റ് മിൽക്ക് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ. അതിൽ റോ മിൽക്ക് ക്വാളിറ്റി അസസ്മെൻറ്റ് ആൻഡ് ഗ്രേഡിംഗ്, പ്രൈസിംഗ്, മാർക്കറ്റ് മിൽക്ക്, പ്രിൻസിപ്പിൾസ് ഓഫ് മിൽക്ക് പ്രോസസ്സിംഗ്, പാസ്ചറൈസേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ്, അതുപോലെ ഹോമോജനൈസേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മിൽക്ക്, മിൽക്ക് പ്രിസർവേഷൻ മെത്തേഡ്സ്, അതിൽ റെഫ്രിജറേഷൻ ആൻഡ് ഫെർമെൻറ്റേഷൻ. ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുന്നത് വഴി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. നെക്സ്റ്റ് ഡയറി പ്രൊഡക്റ്റ് ടെക്നോളജി. അതിൽ ഫാറ്റ് റിച്ച് പ്രോഡക്റ്റ്, ഫെർമെൻറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ്, ഐസ്ക്രീംസ് ആൻഡ് ഫ്രോസൺ ഡെസേർട്ട്, ട്രഡീഷണൽ ഡയറി പ്രൊഡക്ട്സ്, cereal based milk products, dried milk products, cheese. ഇത്രയാണ് അതിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. മാർക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. അതാണ് വെയിറ്റേജ്. ദെൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഇൻ ഡയറി ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, ക്വാളിറ്റി കൺട്രോൾ ഓഫ് റോ മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ്, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ ഡയറി ഇൻഡസ്ട്രി, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ പ്രാക്ടീസസ് ഇൻ മിൽക്ക് പ്രോസസ്സിംഗ് പ്ലാന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് കവർ ചെയ്യാനായിട്ടുള്ളത് 5ാമത്തെ മോഡ്യൂളിൽ. അവിടെ നിന്നും നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ചോദ്യമാണ് പ്രതീക്ഷിക്കാവുന്നത്. സോ ഇത്രയാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള സിലബസ്. അതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി എന്തുകൊണ്ട് ഈ ഒരു പോസ്റ്റ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരവുണ്ട്. ഇത് പ്രിലിംസോ മെയിൻസോ അങ്ങനെയുള്ള ഇല്ലാതെയുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. ഓഫീസർ പോസ്റ്റിലേക്കാണ് നിയമനം. 200-ലധികം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഉണ്ട്. അതുപോലെ ഈ 2023 എന്ന വർഷത്തെ അവസാനത്തെ PSC എക്സാമാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. ഒരേ ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. പ്രിലിംസ് ഇല്ല, മെയിൻസ് ഇല്ല, ഇൻ്റർവ്യൂ, അങ്ങനെ ഒരു കടമ്പകളും ഇല്ല. ഒരൊറ്റ പരീക്ഷ അത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആപ്ലിക്കൻസിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. 1,10,000 ആപ്ലിക്കൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെ ഇത്രയും ആപ്ലിക്കൻസ് ഒരിക്കലും കൺഫർമേഷൻ കൊടുക്കില്ല. അപ്പോൾ എക്സാം എഴുതുന്ന ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഇനിയും കുറയുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുപോലെ ഒരുപാട് വാസ്റ്റ് സിലബസ് ഒന്നുമില്ല. +1 +2 NCERT സിലബസ് മാത്രമേ ഉള്ളൂ. മോർ ദാൻ 80% ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അങ്ങനെ അധികം PSC എക്സാംസ് വരാറില്ല. ബട്ട് അത്തരത്തിലുള്ള ഒരു എക്സാമാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. അതും ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു എക്സാമിലേക്ക് ഡിസംബർ 16 ഡേറ്റ്. ഏകദേശം ഇനി ഒരു 80 ദിവസം കൂടെ ഉള്ളൂ. ഏകദേശം അത്രയും തന്നെ കിട്ടില്ല. അപ്പോൾ നമ്മൾ 2 വർഷം കൊണ്ട് പഠിച്ച സിലബസ്, +1 +2 സിലബസ് നമുക്ക് കവർ ചെയ്യണം. മാത്രമല്ല എല്ലാം കവർ ചെയ്യേണ്ട, NCERT മുഴുവൻ കവർ ചെയ്യേണ്ട സെലക്റ്റഡ് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. സോ അതിനനുസരിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ വേണം. അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു പോസ്റ്റിലേക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റഡിയോടൊപ്പം എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ടീമിൻ്റെ അസിസ്റ്റൻസും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമേ ഉള്ളൂ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന എക്സാം. എന്തായാലും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ഡിഗ്രി ഉദ്യോഗാർത്ഥികൾക്ക്, ഡിഗ്രി ലെവലിൽ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്.